ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അല്ലേ? അങ്ങനല്ലേ? ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ട് റാഹത്തായിട്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് കയറി വൈറലായി. മനുഷ്യനായിട്ട് ഇങ്ങനെ എനിക്ക് കമന്റ് നോക്കാനേ സമയം ഉള്ളൂ. കമന്റ്സ് ഒക്കെ എന്താണപ്പാ, നീയാണ് അഹങ്കാരി, ഇവളെന്തായി സംസാരിക്കുന്നേ, ഇവള് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഒരുപാട് കമന്റ്സ് വായിച്ച് ചിരിച്ച് മരിച്ച്. എന്താ പറയാ, ഒരാളെ നമ്മള് നിങ്ങൾക്ക് ചിലപ്പോ ഷാജിദാനെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഷാജിദായി പറയുമ്പോൾ നിങ്ങൾ എന്നെ പറയുന്നത്. അതിനിപ്പോൾ നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ ഷാജിദയിൽ അഡിക്റ്റ് ആയിട്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഷാജിദ എന്ന പാവത്തത്തിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കമന്റ് ഇട്ടില്ലെങ്കിൽ അങ്ങോട്ട് ദഹനം നടക്കൂല. അപ്പം നിങ്ങൾ കമന്റ് ഇട്ടോളി. കമന്റ് ഇടുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം, അത് ഞാൻ പറഞ്ഞല്ലോ, നാദിർഷ എന്ന് പറയുന്നൊരു ബ്രോ എന്നോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചെയ്തു. അവർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവരട്ടെ, നമുക്കപ്പോൾ വീഡിയോ നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ഒരു മസൂറ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടൊരു സ്ത്രീ, 3 മക്കളെ, അവർ റബ്ബർ പാലൊക്കെ എടുത്തൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അവരെ ചെന്നിട്ട് ഇയാള് എന്തൊക്കെയാ പറയുന്നേ, ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. നമുക്ക് ഇത്ത പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടാലോ. ഞാനിന്ന് മെയിനായിട്ട് വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ കമൻറ്റിൻ്റെ അടിയിലുള്ള റിപ്ലൈക്ക് മറുപടി ആയിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ എനിക്കൊരു ബാഡായിട്ട് 3 കമൻറ്റ് വന്നു. ഞാൻ അത് പൊതുവിലങ്ങ് ഡിലീറ്റ് ചെയ്ത്. കാരണം എൻ്റെ അടിയിൽ വന്ന കമൻറ്റിനാണ്. ഞാൻ ആരുമായിട്ടൊരു സാമ്യവും ഇല്ല. ആ പേര് തന്നെ അറിയില്ല. ഞാനിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ സലാം പറഞ്ഞിട്ട് പോലും ആരാണ് മസ്റൂറ ഫാത്തിമ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അറിയാം. ഞാൻ പറഞ്ഞ് ഞാൻ ചോദിച്ച് ഞാൻ ആ വീഡിയോ ചെയ്തത് എൻ്റെ അപ്പം നിനക്ക് അതിന് മുന്നേ എന്നെ വിളിച്ചുകൂടെയിരുന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അതിന് മുന്നേ ഞാൻ വിളിക്കാൻ എനിക്ക് നമ്പറില്ലാന്ന്. പിന്നെ ഒരാളാണ് പറഞ്ഞത് കമ്മ്യൂണിറ്റിയിൽ നമ്പർ ഇട്ടിട്ട്. ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, പൊതുവിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ നിൽക്കുന്ന ഒരാളല്ല. പിന്നെ നിനക്ക് വസ്തു ആയില്ലേ, വീടായില്ലേ? വസ്തു ഉമ്മ ഇഷ്ടദാനം തന്നതാണ്. വീടായില്ലേ? നിന്റെ മക്കളെ പോലെ 5 മക്കളെ പോറ്റാൻ വേണ്ടിയാണ്. ഞാനും അതുപോലെ 3 മക്കളെ പോറ്റാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിനക്ക് നാട്ടുകാരെ മുമ്പ് ഇരക്കുന്നില്ലേ? എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. നാളെ നിന്റെ വീഡിയോസ് 50 പേരെ കൊണ്ടിട്ട് എന്നെ റിപ്പോർട്ട് അടിപ്പിക്കുമെന്ന്. എന്നാൽ എൻ്റെ ചാനലൊന്ന് റിപ്പോർട്ട് അടിക്കട്ടെ. ആരാണ് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലേ? ഞാൻ പേര് പറഞ്ഞിട്ടില്ല, ആരാണ് പറഞ്ഞതെന്നറിയാം. എനിക്ക് നമ്പർ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ വിളിച്ചത്. ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ പച്ച ഇറച്ചി തിന്നുന്ന ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ വല്ലാഹി ഡിലീറ്റ് ചെയ്തത്. പിന്നെ എനിക്ക് അള്ളാഹു സത്യം, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ആരെ വീഡിയോയും എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് പറയല്ലേ. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. എനിക്ക് വീടാവുന്നു. എന്നെ സഹായിച്ച ആരങ്ങാണ്ട ചെന്ന് അവിടെ പറഞ്ഞത് മസ്റൂറ ഫാത്തിമക്ക് ലക്ഷങ്ങൾ കിട്ടി. എത്ര എമൗണ്ടാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്കറിയാമോ? ബന്ധുക്കൾ 4.5 ലക്ഷം രൂപ ഇട്ട് എൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് കൊടുത്ത്. എന്നിട്ട് പോലും വീടാവാത്തത് കൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ ബാക്കി പൈസ ചോദിച്ചത്. അപ്പം നിങ്ങൾ തന്നത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു 10-50,000 രൂപ കിട്ടി. അതിനകത്ത് ആരൊക്കെയാണ് സഹായിച്ചത്? 100, 50, 500, പിന്നെ 10,000 രൂപ. അങ്ങനെയൊക്കെയാണ് 2 പേര് സഹായിച്ച് 20,000 അങ്ങനെയാണ് സഹായിച്ച് കിട്ടിയത്. അങ്ങോട്ട് ഫോൺ വിളിച്ചത് അതെൻ്റെ തെറ്റ് തന്നെയാണ്. ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാൽ എന്നെ ഭീഷണി, നാളെ എൻ്റെ റിപ്പോർട്ട് അടിച്ച് എൻ്റെ ചാനൽ നാളെ റിമൂവ് ആക്കി കളയുമെന്ന് പറയുന്നത്. എന്നെ ആരും വിളിക്കല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരും ബാഡായിട്ട് വന്നിടല്ലേ. ഞാൻ പറഞ്ഞ എന്താണ്, എൻ്റെ വീഡിയോസിൽ നല്ല വ്യൂസായിട്ട് വന്നതാ. ഞാനും അവരും തമ്മിലൊന്നും യാതൊരു ബന്ധങ്ങളും ഇല്ല. ഞാൻ അങ്ങനത്തെ രീതിയിൽ രീതിയിലും പോലെയല്ല നടക്കുന്നത്. ഞാൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ നടക്കുന്നത്. ഞാൻ ഇവിടെ ഇപ്പോഴാരെ പേര് പറയണതുമില്ല. കാരണം ഞാൻ ഫോട്ടോസ് പോലെ ആരതും ഇട്ടില്ല. പിന്നെ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക. ഞാൻ എന്താ നാട്ടുകാരെ മുമ്പ് ആയിരുന്നു, എനിക്ക് വീടാവണം, എനിക്കതൊരു നീയത്താ, എനിക്ക് വീടാവണം. എനിക്ക് എൻ്റെ 2ാമത്തെ മോൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് വീടാവണം.
എനിക്ക് തന്നെ ഒരു 6-7 ലക്ഷം രൂപ നമ്മുടെ ഭാഗത്ത് നിന്നിട്ട്, എന്നിട്ടും പണി തികയുന്നില്ല. അതുകൊണ്ടിട്ടാണ് നിങ്ങളെ മുമ്പ് ആരെയും എരുന്നതല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കണേ. ഞാൻ റബ്ബർ പാൽ എടുത്തിട്ട് ഈ നിമിഷം വരെ പടച്ചോ സത്യമായിട്ട് ചോറ് പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ മുമ്പ് എരുന്നല്ല. ഞാൻ നിങ്ങളടുത്ത് നിങ്ങളെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ പിറ്റേ ദിവസത്തെ വീഡിയോ ഇടുന്നത്. അത് ചിലപ്പോൾ ഞാൻ അനുഭവിച്ച വേദന കൊണ്ട് ചിലപ്പോൾ എൻ്റെ കണ്ണീന്ന് കണ്ണീര് വരും. എന്നെ വെല്ലൊന്നും ആരും വിളിക്കണ്ട. അത്രയും വലിയ ചാനലൊന്നും അല്ല, ചെറിയ ചാനലാണ് എന്നുണ്ടെങ്കിലും ഞാൻ ആർഭാടം കാണിച്ചിട്ടോ വേറെ രീതി കാണിച്ചിട്ടോ ഒന്നുമല്ല വീഡിയോ ഇടുന്നത്. എൻ്റേതായ സ്റ്റാൻഡിൽ നിന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് മെനിങ്ങാന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ വീഡിയോ ഒരടിയിൽ വന്നിട്ട് ബാഡ് ഇടല്ലേ പറഞ്ഞ് അത് നിങ്ങൾ കേട്ട്. ലൈവിൽ വന്നപ്പോൾ ഇത്താമാർ പറഞ്ഞ് നിങ്ങളെല്ലാവരുമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, എൻ്റെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ ചാനലാണ്, എനിക്ക് വരുമാനത്തിൻ്റെ ഘട്ടമൊന്നും ആയിട്ടില്ല, ഡോളർ കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊരു $100 9,000 രൂപ. ഞാൻ പ്രൊമോഷൻ വർക്കറല്ല, ഞാൻ എൻ്റെ ഫാമിലിയാണ് നിങ്ങളടുത്ത് പറയണത്. എനിക്ക് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ 3 കുഞ്ഞു മക്കളാണ്. ഞാൻ പൂട്ടിയിട്ടിട്ടൊക്കെയാണ് ജോലിക്ക് പോകണം. ഞാൻ 1 വയസ്സിൽ പൊടിയുടെ ജോലിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ പൊടിക്ക് 3 പൂർത്തിയായി, 4 തുടങ്ങി. എന്നാരും വെല്ലുവിളിക്കണ്ട. ഞാൻ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കണതുമില്ല. നാളെ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കിക്കോ. നിങ്ങൾ ഡിലീറ്റ് ആക്കൂ. 50 പേരെ കൊണ്ട് റിപ്പോർട്ട് അടിപ്പിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് അടിച്ചോ. എനിക്ക് ആരും വല്ലാക്കി നിങ്ങൾ പറയും നിങ്ങൾ 500 തന്ന്, 50 തന്ന്, 1000 തന്ന്, പല തവണയായിട്ടാണ് തന്ന. ആ പൈസ എല്ലാം എടുത്ത് കൊടുത്ത് ആദ്യം ഒരു 25 രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യം പൈസ കൊടുത്തു. ആദ്യം എൻ്റെ വീട് തുടങ്ങിയിട്ട് എത്ര മാസമായി എന്നറിയാമോ? പണി തുടങ്ങിയിട്ട് അങ്ങനെ നാട്ടുകാരെ മുമ്പ് എരന്നിട്ടല്ല, എൻ്റെ പടച്ച സത്യത്തെ മനസ്സറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ തന്നത്. എത്ര പേരെന്നെ വിളിച്ചിട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് നമ്മൾ വാപ്പ ഇല്ല മക്കളെ എത്തി മക്കൾക്ക് നീയത്താക്കുന്നതൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടണത്. എൻ്റെ മക്കളെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഞാൻ ആ മക്കളെ പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ മക്കളെ പറയരുത്. ഞാൻ ഇപ്പോഴും പറയണേ, എൻ്റെ മക്കളാരും പറയരുത്. നീ പറഞ്ഞതിരിക്കട്ടെ, ഇനി നീ പറയരുത്. നാട്ടുകാരെ മുമ്പ് നിൻ്റെ ഇരക്കുന്ന ആ കാര്യമൊന്നും പറയരുത്. നാളൊരു സമയത്ത് നീ അങ്ങനെ ഇരന്നിട്ടാണ് ഒരു സമയത്ത് നിൻ്റെ ഒരു കാര്യം നടന്നത് എന്ന് നീ ഓർക്കുക. ഞാൻ പച്ച ഇറച്ചി ഞാൻ ആരെ പേരും പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്തത്. ഇസ്ലാമിൻ്റെ ഒരു നിയമം ഞാൻ പറഞ്ഞതാണ്. നമ്മളൊരു സമൂഹത്തിൽ വന്ന് സംസാരിക്കുമ്പം ഉസ്താക്കന്മാർ കാണും, ഇത്താമാർ കാണും, അറിവുള്ളവർ കാണും, തെറ്റെന്ന് പറയണവർ കാണും, ശരിയെന്ന് പറയണവർ കാണും. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരാളെ മനസ്സ് വേദനിപ്പിക്കല്ലേ. ഞാൻ പൊരുത്തം ചോദിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ അതിനകത്തൊന്നും പറഞ്ഞില്ല. നിങ്ങളെ കമൻറ്റിന് റിപ്ലൈ ആണ് പറഞ്ഞത്. അതേപോലെ നിക്കാഹിൻ്റെ കാര്യവും പറഞ്ഞത്. എനിക്കിവിടെ ഒന്നും പറയേണ്ട കാര്യം ഇതിനകത്ത് ഇല്ല. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ ഇരക്കുന്നെന്ന് നാട്ടുകാരും എൻ്റെ മക്കളെ ഇത് വെച്ചിട്ട് നിനക്ക് വസ്തുവായില്ലേ, വീടായില്ലേ, അത് നിങ്ങൾ തന്ന ഇതാണെങ്കിൽ എനിക്ക് റബ്ബ് വിധിച്ച അനുഗ്രഹമാണ് എൻ്റെ വീട്. അങ്ങനെയൊക്കെ ഒരാളൂടെ പറയാൻ കൊള്ളാമോ? അല്ലെങ്കിൽ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളിലേ ഉള്ളൂ. ഞാൻ ഇതുവരെ അവരെ വിളിച്ചിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു സ്ത്രീയും ഒരാളെ ഒരു സമയത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരാളവിടെ മൗനം പാലിക്കുക. എനിക്ക് യൂട്യൂബ് ചാനൽ കൊണ്ടിട്ട് വലിയ ഉപകാരമൊന്നും വേണ്ട, ഒരു $100 കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ഇതുവരെ വരുമാനമൊന്നും ആയിട്ടില്ല. ഈ മക്കളെ 3 പേരെയും ഈ നിമിഷം വരെ ഞാൻ ചെറിയ ടെൻഷൻ വന്നാൽ പോലും ഞാൻ ഓവർ എന്ന് വെച്ചാൽ ഭാരം തലയിൽ എടുത്തു വയ്ക്കുന്ന പോലത്തെ അവസ്ഥയുണ്ട്. ഇതുപോലത്തെ ഒരവസ്ഥ ഒരു പെണ്ണിന് അതേപോലത്തേക്ക് അവസ്ഥകൾ തരണം ചെയ്ത് പോകുമ്പോൾ അഹങ്കാരം കുറച്ച് സംസാരിക്കുക. നിങ്ങൾ അഹങ്കാരം നാശത്തിൻ്റെ കൊടുമുടിയാ. ഞാൻ എല്ലാം തികഞ്ഞവളായല്ലോ, അല്ലെങ്കിൽ ഞാൻ എല്ലാം തികഞ്ഞവനായല്ലോ എന്ന് എന്നെ എന്തോ കാണിച്ചില്ല. നാളെ 50 പേരെ കൊണ്ടിട്ട് എൻ്റെ ചാനൽ റിപ്പോർട്ട്. ആ സ്ത്രീയുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്താ സങ്കടം തോന്നിപ്പോയി. എന്തെന്ന് വെച്ചാൽ ഇരന്ന് ജീവിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ പോലും അതിൽ കമൻ്റ് ഇട്ടേക്കുവാണ്, നീ ഇതിനേക്കാളും പോയിട്ട് പിച്ചച്ചട്ടി എടുത്ത് ജീവിക്കുന്നു. എനിക്ക് അതിൻ്റെ ഇതൊന്നുമില്ല. എനിക്ക് പിച്ചച്ചട്ടി എടുത്ത് ജീവിക്കേണ്ട ഗതി ഇതുവരെയും വന്നിട്ടില്ല. അൽഹംദുലില്ലാ ഹൈറായിട്ട് തന്നെ ജീവിക്കുന്നത്. യൂട്യൂബ് വരുമാനത്തിലല്ല ഞാൻ ഇപ്പം ജീവിക്കുന്നത്. എന്തായാലും ഏണിങ്സ് കിട്ടുന്നെങ്കിൽ ഇനി കിട്ടും. അപ്പോൾ ഞാൻ ആലോചിക്കാം പിച്ചച്ചട്ടി എടുക്കണോ എടുക്കണ്ടേ എന്നൊക്കെ. അപ്പോൾ ഈ ഷാജിദ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ നാവിൽ നിന്നും വരുന്നത് ഇങ്ങനെയുള്ള വാക്കുകളാണ്. എരന്നെന്തിന് ജീവിക്കുന്നു, നീ പിച്ചച്ചട്ടി എടുത്ത് ജീവിക്കും, അങ്ങനത്തെയൊക്കെ വാക്ക്.
നീ ഇപ്പം യൂട്യൂബിൽ വന്നിട്ട് എന്തിനാ വീഡിയോസ് ചെയ്യുന്നത്? എന്തിനാ ഷോർട്സ് ഒക്കെ ഇടുന്നത്? എന്തിനാ നീ ലോങ് വീഡിയോ ചെയ്യുന്നത്? നിനക്ക് ഡോളർ കയറ്റാൻ, നിനക്ക് സമ്പാദിക്കാൻ. അതുപോലെ തന്നെ ഓരോ വ്യക്തികളും അവർ നിന്റെ കണ്ടന്റ് എടുത്ത് ചെയ്യുന്നു, അവരങ്ങനെ ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു എന്ന് നീ പറയുന്നെങ്കിൽ അവർക്കും ജീവിക്കാനാണ്, അവർക്കും ജീവിക്കണ്ടേ? അല്ല നീ മാത്രം അങ്ങ് നിനക്ക് മാത്രമേ ഇതൊക്കെ പാടുള്ളൂ അങ്ങനെയാ? നീയും നിന്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ആൾക്കാരോട് ചോദിച്ചില്ലേ സഹായം? ആ സഹായത്തിനെയാണോ നീ എരന്നു എന്ന് പറയുന്നേ? ഈ സഹായം എന്ന അതിനുള്ളൊരു വേറൊരു മീനിങ് ആണ് എരക്കുക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളും ചെയ്തത് ആ ഒരു സംഭവമല്ലേ? അപ്പോൾ വേറൊരു വ്യക്തിയിൽ ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാനും എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ. ഫസ്റ്റ് അതാ വേണ്ടത്. എൻ്റെ പിറകിൽ 19 ആൾക്കാരുണ്ട്, ഞാൻ അവരെ കൊണ്ടൊക്കെ അവരെ ചാനൽ റിപ്പോർട്ട് എടുപ്പിക്കും. എന്തൊക്കെയാണ് വെല്ലുവിളികൾ. ഇന്നലെ ഇപ്പോൾ ഞാൻ ആ നാദർശാല വീഡിയോ ഇട്ടപ്പോൾ തന്നെ അയാൾക്കെതിരെ ഏതോ ഒരു യൂട്യൂബർ വെല്ലുവിളിച്ചു എന്നൊക്കെ അയാൾ കമൻ്റ് ഇട്ടേക്കുന്നത് കണ്ടു. എന്തുവാടെ വെല്ലുവിളി? അതൊരു സ്ഥിരം എന്താ ഗുണ്ടയാ? ഗുണ്ടയിൽ തലവനായിട്ടൊക്കെ മുന്നേ ജോലി ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ ഇതാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു വീഡിയോസ് ചെയ്താൽ അതിൻ്റെ താഴെ വന്നിട്ട് ഇടുന്ന കമൻസ് ഉണ്ടല്ലോ, അവരെ നാവിൽ നിന്നും വരുന്ന അത്രയ്ക്ക് കൾച്ചറായിട്ടുള്ള വേർഡുകളാണ്. നമുക്കൊന്നും ഇങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ പിച്ചച്ചട്ടി അങ്ങനത്തെയൊക്കെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പറയാൻ, നാക്ക് കൊണ്ട് പറഞ്ഞു നിൽക്കാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതൊക്കെ പറ്റൂ. എന്തായാലും കൊള്ളാം. ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. നിന്നെ പോലല്ല. പണിയെടുത്ത്, അതും റബ്ബർ പാലും കാര്യങ്ങളൊക്കെ എടുത്താണ് ജീവിക്കുന്നത്, 3 മക്കളെ പോറ്റുന്നത്. അവരെയൊക്കെ പോയിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ നിന്റെ മനസ്സ് എത്രത്തോളം നിന്നെപ്പോലത്തെ ഒരു പെണ്ണാണ് എന്ന് നിനക്ക് ചിന്തിച്ചൂടെ? സത്യം പറഞ്ഞാൽ ആ സ്ത്രീ കരയുന്ന ആ വീഡിയോ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. പെണ്ണ് എന്തരാ പറയല്ലോ, പെണ്ണിന് തന്നെ ഭീഷണിയാ, അങ്ങനെയൊക്കെ പറയില്ലേ? അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഇവര് മുന്നേ ഇവരെ ഭർത്താവിനെ പറ്റിയിട്ടൊക്കെ ഈ ചാനലിൽ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് ഇവരെ ബ്രദറിന്റെ മകനാണെന്ന് തോന്നുന്നു. അയാൾ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നത് കണ്ടു അവരെ കമന്റ് ബോക്സിൽ. ഞാൻ ആ കമന്റിൽ ശ്രദ്ധിക്കാൻ കാര്യം, ഇവരുടെ കുറേ കാര്യങ്ങളൊക്കെ ആള് വന്നിട്ട് അതിൽ പറയുന്നുണ്ട്. ഏതോ ചാനലുകാരടുത്തൊക്കെ പറഞ്ഞു ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാനൊക്കെ. അപ്പോൾ അയാൾ ലാസ്റ്റ് എല്ലാ കമന്റും ഡിലീറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു വാക്ക് പറയുന്നത്, അത് ഞാൻ നല്ല ശ്രദ്ധിച്ചു. എന്നെങ്കിലും ഒരു യൂട്യൂബർ വരും നിനക്കെതിരെ സംസാരിക്കാൻ. അങ്ങനെ ഒരു വാക്ക് അയാൾ പറയുന്നത് ഞാൻ കമന്റിൽ കണ്ടു. അതുപോലെ എന്താ പറയാ, പടച്ചോൻ എന്നും ആർക്കും പങ്കൊന്നുമല്ല. അപ്പോൾ തെറ്റുകൾ ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നാദൃഷയുടെ കേസ് സത്യമാണെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ് കേട്ടോ, എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളെ കൂടെ പോവും, അവരുമായിട്ട് റിലേഷനായിട്ട് അവരുടെ കൂടെ പോയി എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോയിട്ട് എന്നെ പിടിപ്പിച്ചു, എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു, എൻ്റെ പണം തട്ടി, എന്നെ അത് ചെയ്തു, എന്നെ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കും. അപ്പം തെറ്റാരുടെ ഭാഗത്താണ് വരുന്നത്? ബോയ്സിൻ്റെ ഭാഗത്ത്. അപ്പോൾ പെണ്ണ് മാന്യത, നല്ല കുട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ലാസ്റ്റ് ആയിയൊക്കെ വരും. അപ്പോൾ എന്താ പറയുക, നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല അല്ലേ? തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അല്ലേ? അങ്ങനല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമാവുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അഹങ്കാരിന്നോ എൻ്റെ സംസാരം കൊള്ളത്തില്ല, ഷാജിദയുടെ സംസാരം നല്ല സംസാരം, എൻ്റെത് അഴുക്ക, എന്തൊക്കെ കമൻസുകളുണ്ടല്ലോ, ചിരിച്ച് മെരിക്കും. ഇതിൽ കൊള്ളോ നിങ്ങൾ? അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.